ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് കോവക്ക തോരൻ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവക്കയാണ് കേട്ടോ. ഞാനത് പൊട്ടിച്ച് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നാളികേരവും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചുമന്നുള്ളി കുറച്ചും പിന്നെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയിലിട്ട് നല്ലപോലെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നാളികേരത്തിലെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വറ്റി വരട്ടെ കേട്ടോ. നല്ലപോലെ നമ്മളുടെ നാളികേരത്തിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം അതും നല്ലപോലെ തന്നെ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കോവക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചമ്മന്തി അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് ഞാൻ. നന്നായിട്ട് തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഞാൻ തുറന്ന് നല്ലപോലെ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞൊന്നും വന്നിട്ടില്ല, കണ്ടില്ലേ? നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.